ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് കാനഡയിലെ ഒരു കോട്ടേജ് കൺട്രിയിലാണ്. ഞാൻ കുറേ നാളായിട്ട് വ്ളോഗ്സ് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഭയങ്കര പുറത്തിറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര നാണം കുണുങ്ങി ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് എൻ്റെ. അപ്പോൾ എനിക്ക് പുറത്തിങ്ങനെ മൈക്കൊക്കെ പിടിച്ചിട്ട് വ്ളോഗ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് വിചാരിച്ചു, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു ഡു എ പ്രോപ്പർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ അജണ്ടയിലുള്ളത്, ഫസ്റ്റ് ഇവിടെ അടുത്തൊരു ഡംപ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാർബേജ് കളക്ഷൻസ് ഇല്ല. നമ്മൾ പോയിട്ട് നമ്മുടെ ഗാർബേജ് സെപ്പറേറ്റഡ് ആയിട്ടുള്ളത് പ്ലാസ്റ്റിക് വേസ്റ്റ്, പേപ്പർ വേസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗാർബേജ്, ഇതെല്ലാം നമ്മൾ തന്നെ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ അത് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഗ്രോസറി സ്റ്റോറിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ടിമ്മീസി പോയി വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അവനൊരു കോഫി, അതുപോലെ തന്നെ എൻ്റെ മോനൊരു ഡോണറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വരാനുള്ള ഒരു ചെറിയ ഡേ ആണ് എൻ്റെ. So do spend this time with me. I will try to explain things as I go. ഇപ്പോൾ ഈ കാർ ഓടിക്കണേൻ്റെ വീഡിയോ ഞാൻ എങ്ങനെ എടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ ഐ എം ഗോണ ട്രൈ ആൻഡ് ഫിഗർ ഇറ്റ് ഔട്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ബാക്കിയുള്ള സ്റ്റെപ്സ് ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. സോ ഇന്ന് എൻ്റെ കൂടെ കുറച്ച് ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യൂ. അത്രേ ഉള്ളൂ ഗൈസ്. സോ ഐ ഹോപ്പ് യു ഗൈസ് ക്യാൻ സ്പെൻഡ് സം ടൈം വിത്ത് മീ ആൻഡ് വാച്ച് ദിസ് വ്ളോഗ്. ഞാൻ നിങ്ങളെ ഈ ഒരു കനേഡിയൻ കോട്ടേജ് കൺട്രിയുടെ ഒരു ഭംഗി നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന്, എൻ്റെ വ്ളോഗിൽ കൂടെ കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ജേർണി. ക്യാമറ ഇങ്ങനെ ഒരു ആംഗിൾ എടുക്കുന്നതിന് ഐ എം റിയലി സോറി. ഇവിടെ ഇന്ന് ഇപ്പോൾ ഒരു 13 ഡിഗ്രി സെൽഷ്യസ് ആട്ടോ. അതായത് ഓട്ടം, ലൈക്ക് ഫോൾ സീസൺ സ്റ്റാർട്ട് ചെയ്യാറായി. ആ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഐ ഹോപ്പ് ദിസ് മൈക്ക് ഇസ് ക്യാപ്ചറിങ് എവറിഥിങ്. അപ്പം നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാം. അയ്യോ, GPS ഇടണമല്ലോ, ഒരു സെക്കൻഡ്. നാവിഗേഷൻ. സോ ഇവിടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ദേ വിൽ ഗിവ് എ കോട്ടേജ് ഡംപ് പാസ്. ഇങ്ങനത്തെ ഒരു റെഡ് കാർഡാണ്. ഇവിടെ അടുത്തുള്ള ഡംപ്സിൻ്റെ പേരും ഇതിനകത്തുണ്ടാവും. അപ്പോൾ നമ്മൾ പോവേണ്ട ഏത് ദിവസം ഏത് ഡംപാണ് അവൈലബിൾ, ഫ്രം വാട്ട് ടൈം ആണ് അവൈലബിൾ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ എൻ്റെ ഇതിലെ നാവിഗേഷനിലൊന്ന് ഇട്ട് നോക്കട്ടെ. ബിക്കോസ് ഫോൺ നാവിഗേഷൻ എനിക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ ലെറ്റ്സ് സീ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. Route 2. Go. Please proceed to the highlighted route. Of course I will. ഇവിടെ വണ്ടി ഓടിക്കാൻ നല്ല രസമാട്ടോ ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിറ്റി പോലെയല്ല, നല്ല വൈൻഡിങ് റോഡ്സ് ആണ്. അപ്പോൾ ഡ്രൈവിംഗ് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ഇവിടെ. അത് നിക്കും പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ ഡ്രൈവ് ചെയ്തെങ്കിലും പോകാനായിട്ട് നമുക്ക് അത്ര വലിയ ഒരു എന്താ പറയുക, ബോറടിക്കില്ല. ഇറ്റ്സ് ഫൺ. ഇതെപ്പോഴാണ് മറിഞ്ഞു വീഴാന്ന് എനിക്ക് അറിയത്തില്ല. സോ ഞാനൊരു കാര്യം കൂടെ ചെയ്യട്ടെ, ഒരു സെക്കൻഡേ. മൈ പ്ലാൻ ഇസ്, ഇവിടെ ഈ ഒരു സാധനം ഉള്ളത് കാരണം എൻ്റെ ക്യാമറയ്ക്ക് എന്നെ കാണാൻ പറ്റൂല. വാട്ട് ഐ ക്യാൻ ഡു ഇസ്, ഈ ഡ്രൈവിൻ്റെ വീഡിയോ എൻ്റെ ഡാഷ് ക്യാമിൽ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് വർക്ക്സ്. യെസ്, യാ, ദാറ്റ്സ് ഗുഡ്. അപ്പം ഞാനുണ്ടല്ലോ ഇത് ഓഫ് ചെയ്തിട്ട് എൻ്റെ ഈ ഡാഷ് ക്യാമിലുള്ള വീഡിയോസ് ഇതിനകത്ത് ഇടാം. സോ ദാറ്റ് യു ഗൈസ് ക്യാൻ സീ ദ ഡ്രൈവ്, യുനോ, ആൻഡ് ദ ബ്യൂട്ടിഫുൾ പ്ലേസസ് ആൻഡ് ഓൾ ദാറ്റ്. എന്നിട്ട് ഞാൻ ഡംപിൽ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി എൻ്റെ ഈ ക്യാമറയിൽ വീഡിയോ എടുക്കാം. ഓക്കെ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനിക് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഗൈസ്. ഇതിൻ്റെ ഓഡിയോ നിങ്ങൾക്ക് എത്ര നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും എനിക്ക് അറിയില്ല, ബിക്കോസ് ഈ ഡാഷ് ക്യാമിൻ്റെ ഓഡിയോ എത്ര ബെസ്റ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ അടുത്ത് കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പശുവിനെയും അതുപോലെ തന്നെ കുതിരകളെയൊക്കെ കാണാൻ പറ്റും. വാണൊക്കെ ഉണ്ട് ഇവിടെ. കൺട്രി ലൈഫ് കുറച്ച് ഡിഫറെൻ്റ് ആട്ടോ, ടു ബി ഓണസ്റ്റ്. ലൈക്ക് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണ്, അധികം ഒച്ചപ്പാടും ബഹളും. ഈവൻ സിറ്റീസ് ഇൻ കാനഡ, ലൈക്ക് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം അത്ര വലിയ ലൗഡ് ആയിട്ടുള്ള സിറ്റി ഒന്നും അല്ല. പക്ഷെ GTA ഒക്കെ കൺസിഡർ ചെയ്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും യുനോ ഒരു 1% ഒക്കെ ഇവിടുത്തെ അങ്ങനത്തെ സ്ഥലമുള്ളൂ. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തത്, ഇന്ത്യക്കാർ ഭയങ്കര കുറവാണ് ഇവിടെ. കൺവീനിയൻസ് സ്റ്റോറിൽ അതുപോലെ ഗ്രോസറി സ്റ്റോറിലൊക്കെ ഞാൻ കുറച്ച് ആൾക്കാർ വർക്ക് ചെയ്യണ കണ്ടിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് മേ ബി ഒരു 1-2 പേരെ ഞാൻ സ്പോട്ട് ചെയ്തത്. അത് ഈവൻ നമുക്ക് ഇന്ത്യൻസ് തന്നെയാണെന്ന് ഡൗട്ട് ഉണ്ട്. ലൈക്ക് ദേ ആർ ഫ്രം സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അത്രയും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അധികം ആൾക്കാരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല.
ഇപ്പൊ ഇത്രയും നേരം നമ്മൾ വണ്ടി ഓടിച്ചത് 50 കിലോമീറ്റർ സ്പീഡായിരുന്നെങ്കിൽ ഇപ്പൊ സ്റ്റോപ്പ് സൈനിൽ വന്ന് ഇനി അങ്ങോട്ട് നമ്മൾ 80 കിലോമീറ്ററിൽ പോകണം. അപ്പോൾ യൂഷ്വലി ഇത് ഭയങ്കര ബിസി ആയിട്ടുള്ള റോഡാണ്, കാരണം വണ്ടി ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് വരുന്നത്. പക്ഷെ ഇത് കുഴപ്പമില്ല. ഇവിടെയൊക്കെ ഡിയർ ക്രോസിങ്ങിന്റെ സൈൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാനിനെയൊക്കെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്കും ഡാമേജ് വരും. പക്ഷെ ഈ സമയത്തൊന്നും മാൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, രാത്രിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ വന്നത് കാരണം ഡംപ് ഇവിടെയാണെന്ന് എനിക്ക് അറിയാം. പക്ഷെ എൻ്റെ നാവിഗേഷൻ സിസ്റ്റം വേറെന്തൊക്കെയോ കാണിക്കണേ. ഒരു ലൈനൊക്കെ ഉണ്ടല്ലോ ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് എല്ലാം എടുത്തിട്ട് റെഡി ആയി നിൽക്കാം. എൻ്റെ ബാക്കിൽ ഒരു വണ്ടി വന്നിട്ടുണ്ട്, അപ്പോൾ അവർക്കും കൂടെ കുറച്ച് സ്പേസ് കൊടുത്ത് നമുക്കൊന്ന് ഫ്രണ്ടിലിട്ട് കുറച്ച് പോവാം. എൻ്റെ ഫ്രണ്ടിൽ ഒരു ഫോർഡ് ബ്രോങ്കോ ആണ് ഗൈസ്. ദാറ്റ് ഈസ് എ ഗുഡ് ലുക്കിംഗ് കാർ. ഹലോ, ഗുഡ് മോർണിംഗ്. How are you doing today? I'm good. I'm good. Good. Thank you. In the back there, take a look. Yes. Can I have a look? Yes. Thank you. So I have 2 bags of plastic, 1 bag of paper, and thank you. You too. Thank you. സോ ആദ്യത്തെ സ്റ്റോപ്പിൽ നമ്മൾ ഗാർബേജ് ആണ് ഇടേണ്ടത്. അപ്പോൾ ആദ്യമേ അത് ചെയ്യാം. Alright. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഒരു സെറ്റ് ചെയ്തായിരുന്നു. സോ ഇതാണ്, ഈ ഒരു ഗ്രീൻ ബിന്നിലല്ല ഇടേണ്ടത്. ഇനി അടുത്ത സ്റ്റോപ്പിൽ പോയി നമുക്ക് പ്ലാസ്റ്റിക്കും പേപ്പറും വേസ്റ്റ് ചെയ്യണം. So next stop. ചിണ്ടാക്കണ്ട, ഇടാം. ഇനി റെസ്റ്റ് വേസ്റ്റ് ഇടാനുള്ള ടൈം ആയിട്ടുണ്ട്. അത് പോയി ചെയ്യാം. സൺസ് ഹിറ്റിംഗ് മൈ ഫേസ്. ഇത് എൻ്റെ ഫോൺ ഇതിനകത്ത് അത്ര സെക്യൂർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ പേപ്പർ വേസ്റ്റ് ഐ തിങ്ക് ഇറ്റ്സ് ഹിയർ. ഒരു ക്ലോസ്ഡ് എന്നാണ് കൊടുത്തേക്കുന്നത്, പക്ഷേ ഐ തിങ്ക് പീപ്പിൾ ആർ പുട്ടിങ് ഇൻ ദെയർ. ദാറ്റ്സ് പേപ്പർ. ഓക്കെ, ഇനി 2 പ്ലാസ്റ്റിക്കിൻ്റെ സംഭവമുണ്ട്. അത് എവിടെയാ? കണ്ടെയ്നേഴ്സ്, ഗ്ലാസ്, മെറ്റൽസ്, പ്ലാസ്റ്റിക്സ്. യെസ്. സോ കണ്ടോ, ഇതുപോലത്തെ ബിന്നിൽ ഇടണ്ടേ. വണ്ടി ഐഡിൽ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച്. നോട്ട് എ ഗുഡ് ലുക്ക്. സോ ഇനി നമുക്ക് ഗ്രോസറി സ്റ്റോറിൽ പോവാമേ. ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. സോ വ്ളോഗ് ചെയ്തുകൊണ്ട് നടക്കുന്നതാണ് കിടാവുന്നത് ഗൈസ്. എൻ്റെ മുഖത്ത് എവിടെ നിന്ന് ഒരു ലൈറ്റ് വരുന്നുണ്ട്. അത് എവിടെ നിന്നാണെന്ന് മനസ്സിലാവുന്നില്ല. വാട്ട് ഈസ് ദാറ്റ്? വെർ ഈസ് ദാറ്റ് കമ്മിങ് ഫ്രം? ഐ ഡോണ്ട് നോ. ചിലപ്പോൾ ഗ്ലാസിൻ്റെ റിഫ്ലക്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നമുക്ക് അകത്തേട്ട് പോകുന്നതിൻ്റെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ബഗ്ഗിയിൽ ഇത് ഫിറ്റ് ചെയ്തിട്ട് വീഡിയോസ് എടുക്കാൻ നോക്കാം കേട്ടോ. ഒരു സെക്കൻഡ്. സോ ഫാർ ഞാൻ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഇതിന് പറയുന്നത് റൈസ് ക്രിസ്പീസ് എന്നാണ്. ആൻഡ് ഇതൊരു ബിസ്ക്കറ്റ് കൈൻഡ് ഓഫ് തിങ് ആണ്. ആൻഡ് കുറച്ച് ഫ്രൂട്ട്സ്, പ്രോട്ടീൻസ്, sourdough bread. And I found this hot sauce, firecracker. ഇത് ഞാൻ കോസ്കോന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് വാങ്ങിച്ചത്. പിന്നെ അനിയൻസ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. സ്റ്റോറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു വീഡിയോ എങ്കിലും എടുക്കണമല്ലോ, അതുകൊണ്ട് എടുത്തതാണേ. സോ ഗൈസ്, ആസ് യൂഷ്വൽ ഞാൻ പിന്നെയും ചോക്ക് ചെയ്തു. ഐ ഡിഡ്ന്റ് ടേക്ക് എനിത്തിങ്. സോ അറ്റ്ലീസ്റ്റ് ഗ്രോസറീസ് ഞാൻ ലോഡ് ചെയ്യണേൻ്റെങ്കിലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു മിനിറ്റ്.
ഇവിടെ നമുക്ക് ഫിൽറ്റർ വാട്ടർ കിട്ടില്ല. സോ വി ഹാവ് ടു ഗെറ്റ് വാട്ടർ. ഓൾറെഡി ഒരു കുപ്പി വീട്ടിലുണ്ട്, അതുകൊണ്ട് ഞാൻ 2 കുപ്പിയെ വാങ്ങിച്ചുള്ളൂ. അറ്റ്ലീസ്റ്റ് വെള്ളം ചീപ്പാണ്. പിന്നെ ഇതുപോലത്തെ സ്റ്റോറിൽ നമുക്ക് കാർട്ടൺ ബോക്സ് ചോദിച്ചാൽ അവർ ഇഷ്ടം പോലെയുണ്ട് ഗൈസ്. നമുക്ക് അവിടെ നിന്ന് പിക്ക് ചെയ്യാം. പിന്നെ എൻ്റെ വീട്ടിൽ ഐ വോണ്ട് ജ്യൂസ് എന്നും പറഞ്ഞ് അലറുന്ന ഒരു ടോട്ടലർ ഉള്ളത് കാരണം ജ്യൂസസ് ഫോർ ഹിം. ഈ ബാഗൊന്നും ഇവിടെ സൈഡിലാക്കട്ടെ കേട്ടോ. മോർ ജ്യൂസ്. പിന്നെ മോർ ഗ്രോസറീസ്. മൊത്തം ഐ തിങ്ക് ഒരു $264 ആയത് ഇത്രയും സാധനം വാങ്ങിച്ചതിന്. എക്സ്പെൻസീവ് ആണ് കേട്ടോ ഇവിടെ. വെൻ കമ്പയർഡ് ടു ലൈക്ക് വേർ ഐ ലിവ്, എക്സ്പെൻസീവ് ആണ്. സോ ആര്യൻ്റെ ഒരു പല്ല് ലൂസായി. ആ പല്ല് ഈ പെയറിൽ സ്റ്റക്കാവും എന്ന് പ്രതീക്ഷയുണ്ട്. ഞാൻ വാങ്ങിച്ച പെയറാണിത്. ഹോപ്പ്ഫുള്ളി. ഓക്കെ, ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം ഗൈസ്. ആദ്യമേ നമുക്ക് ഈ ബഗ്ഗി കൊണ്ടേ വെക്കാമേ. നമ്മൾ പാർക്കിംഗ് എപ്പോൾ ഗ്രോസറീസിൽ വന്നാലും ഐ തിങ്ക് ഇറ്റ്സ് ഡീസൻറ്റ് ടു ടേക്ക് ദ കാർട്ട് ബാക്ക്. ഐ ഓൾവേസ് ഡു ഇറ്റ്. സോ ഇത് കൊണ്ട് വെച്ചിട്ട് വരട്ടെ. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ വീഡ് സ്റ്റോർ ആണ്. ഇവിടെ അടുത്തൊരു വീഡ് സ്റ്റോർ ഉണ്ട്. അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്, 2 ഡ്രിങ്ക്, കുറച്ച് എഡിബിൾ, പിന്നെ ഒരു 2 ജോയിൻറ്റ്, പ്രോബബ്ലി 4 ജോയിൻറ്റ് വാങ്ങിക്കണമായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ബിക്കോസ് ഞങ്ങൾ ഇനി ഇവിടെ ഒരാഴ്ചയും കൂടി ഉണ്ട്. അപ്പോൾ വെക്കേഷൻ അല്ലേ ഗൈസ്, കുറച്ചൊക്കെ ഒന്ന് ഇത് ചെയ്യണ്ടേ. ഡ്രിങ്ക്സോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ രാത്രി ആരും ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വി ക്യാൻ ജസ്റ്റ് റിലാക്സ് ആൻഡ് ചിൽ, യു നോ. അപ്പോൾ അത് എടുക്കാനായിട്ട് പോവാണ്. സോ കം വിത്ത് മീ. സോ നെക്സ്റ്റ് സ്റ്റോപ്പ് ഓക്കെ, കാനബസ് സ്റ്റോറിൽ ചെന്നിട്ട് ഞാൻ അവരുടെ വീഡിയോസ് ഒന്നും എടുത്തില്ല. ബിക്കോസ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ് ഗൈസ്. ബാക്കിയുള്ളവരുടെ വീഡിയോ എടുക്കുക, ഇറ്റ്സ് അനോയിങ് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് പീപ്പിൾ ടു ലൈക്ക് ഫീൽ ലൈക്ക് you know they have to be part of it. Maybe other people are okay with it. എന്താണെന്നറിയില്ല, എനിക്കിതിന് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഓക്കെ, ഈ വ്ളോഗിങ് എനിക്ക് പറ്റിയ പരിപാടിയല്ലെന്നുള്ളത് എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. സോ ഇനി ടിം ഹോട്ടൻസിൽ പോയി എൻ്റെ ഹസ്ബൻഡിന് ഒരു കോഫി, എനിക്കൊരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച്, ആരെയും ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച് കഴിക്കും. അപ്പോൾ അവനൊരു ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച്, പിന്നെ ഒരു ഡോണറ്റ്. അത് ടിമ്മിസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ 11:29. ഞാൻ വീട്ടിൽ നിന്ന് ഒരു 9 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. ഇത്ര നേരം എടുത്തു. ഇനി ഇതൊക്കെ ചെയ്തിട്ട് വീട്ടിൽ പോവാം. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. ടിമ്മിസിൽ ചെല്ലുമ്പോഴത്തേക്കുള്ളതൊക്കെ അറ്റ്ലീസ്റ്റ് എനിക്ക് ഇവിടെ നിങ്ങളെ കാണിക്കാൻ പറ്റും. ഡാഷ് ക്യാമിലെല്ലാം റെക്കോർഡായിട്ടുണ്ടാവും. God, sometimes I feel like I can't talk. ഈ മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ പഠിച്ചാലുള്ള പ്രശ്നം ഇതാണ്. അവസാനം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും മര്യാദയ്ക്ക് പറ്റത്തില്ല. എന്നൊക്കെ ആയി പോകും. ഐ എം ട്രൈയിങ് മൈ ബെസ്റ്റ് ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഇസ് ഇനഫ്. അറിയത്തില്ല ഇതിൻ്റെ അടിയിൽ വരുന്ന കോമൻറ്റ്സ് എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്ത് പോട്ടെ ഗൈസ്. ഓക്കെ, സീ യു ദെയർ. Morning, folks. May I see you? Hi, can I please have 2 medium coffee, double with milk? Sure. Can I please also have 2 simply sausage on an English muffin? Yep. And a vanilla dip donut, please? Okay. That'll be all. Just the one donut? Yes, just the one donut. Sauce on me, please. Okay, thank you. You're welcome. Debit, please. Thank you. Okay. ഇവിടെ എന്നിട്ട് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് ഗൈസ്. കാസ്റ്റ് ഓൺലി എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. പക്ഷെ ഞാനിപ്പോ നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു ട്രെയിലർ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കാസ്റ്റ് ഓൺലി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തോ ഷൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ അവിടെ.
വീടെത്താറായി ഗൈസ്. റോഡെല്ലാം എങ്ങോട്ടാ നീണ്ടെങ്ങോട്ടാ ഭൂമിയുടെ തുഞ്ചത്തെ തൂനില തേടിയോ അക്കുപ്പൻ താടി പോൽ ആലോലം പാരി നീ എങ്ങോട്ടാണാരാരും കാണാതെ എങ്ങോട്ടാ. അങ്ങനെ എത്തി ഗൈസ്. 1 സെക്കൻഡ്. ഇതിന്ന് ഓടിക്കാൻ നേരത്ത് നീട്ടി വെക്കണം, ഇറങ്ങാൻ നേരത്ത് പുറകിലോട്ടാക്കണം. സീറ്റ് അഡ്ജസ്റ്റിംഗ് ഇസ്. Could you guys help me with the food from Timmy's? Yeah. I sent you a message. I didn't see it. I did not get you food, but I did get you coffee. Lock the doors, Ari. Why don't you boys help me with the groceries? Nah. Please. I would, but I don't have enough energy from last session. Hey, listen, I got you lobster, I got you salmon, I got you a lot of things, okay? There's enough sustenance for you. Could you guys open this for me? Okay, coffee for my love. Thank you. Donut for my other love. Where's my other love? Where is he? Oh, you just let it fly in. There you go, your donut. I also got you. Mom, sprinkle colorful donut? I got you breakfast stuff too. Jesus Christ, Nick. Watch, there's a bee right there. It's not even a bee. Are you gonna kill it? It's a wasp. Yeah, kill it. Oh. Yeah, I had to. I mean, I would have captured it, but it Yeah, you might would've, sting. but You have a vlog stick in your hand. Yeah. I mean, you could also do it, baby. All right. I did not get apples, but I got this pear. Ari, come here, bud. Avocado for me? സോ ഞാൻ പോയിട്ട് ബാക്കി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരട്ടെ. കൈ പിടിച്ചോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈ ഫ്രീ ആവില്ല. മാനിന്റെ പിന്നാലെ കൈകളെ കാൽകളെ കൺകളെ എങ്ങോട്ടാ. No. Why don't you do that? ഇന്നത്തെ വ്ളോഗ് ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യുവാണ്. കാല് രക്ഷപ്പെട്ടു പോയവനെ പിടിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഇനി വല്ലതും ഞാൻ ആഡ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഈ വേറൊരു പാർട്ടായിട്ട് ചെയ്യാം. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഐ നോ ദിസ് ഇസ് നോട്ട് ലൈക്ക് എൻ എക്സാക്ട് വ്ളോഗ് ഓർ എനിത്തിങ്, പക്ഷെ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പട്ടീനെ പിടിക്കട്ടെ ഗൈസ്. എടാ വീട്ടിൽ പോടാ, ഇവിടെ വാടാ, വീട്ടിൽ പോടാ, കുടുംബത്തിൽ പോടാ. Let's go, come on. You got this. I know it's a little hard to do it with the cone, eh? Okay, Ari, I don't think he will go inside till you go and I go inside. No, he decided to go inside. Good boy. Good boy, Cal. Good boy, Ari.